ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ്. എത്രത്തോളം ഭംഗിയുണ്ട് സൺസെറ്റ് ഒന്നും അറിയില്ല, പക്ഷെ ഇവിടെ അടുത്തൊരു നല്ല സ്ഥലം ഉണ്ടെന്ന് കേട്ടു. നമ്മളിപ്പോൾ ഉള്ളത് കേച്ചേരിയിലാണ്, കുന്നോളത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. കുന്നോളം തൃശ്ശൂർ റോഡ് തൃശ്ശൂർ പോണ വഴിയിലാണ് ഈ കേച്ചേരി സ്ഥലം. ഇപ്പോൾ ഇവിടുന്ന് ഒരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ആ പ്ലേസിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഈ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും തിരക്കേറിയതും ഏറ്റവും മോശമായ റോഡാണ്. ബസ്സുകളൊക്കെ നല്ലോണം പോകുന്നത്, അതാണ് ഒരു അട്രാക്ഷൻ. അങ്ങനത്തെ അട്രാക്ഷനാണ്. പിന്നെ റോഡ് നല്ല അമേരിക്കൻ ടൈപ്പ് റോഡാണ്. അമേരിക്കനുള്ള അതെല്ലാം കയറ്റുക റോഡാണ് നമ്മുടെ ഈ കുന്നോളം തൃശ്ശൂർ റോഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ പോണ റോഡ് പുതിയ റോഡാണ്. അത് തനിക്ക് പോയിട്ടില്ല. ഇത് കേച്ചേരി പാലാണ് നമുക്കുള്ളത്. ആ റോഡ് ഫിനിഷിങ് ആയിട്ടില്ല, പക്ഷെ എന്നാലും തനിക്ക് ഇവിടെ മരങ്ങളൊക്കെ കുറച്ച് നോക്കിയിട്ടുണ്ട്. അതിനൊരു ആംബുലൻസ് ഉണ്ട്. അപ്പൊ അത് നല്ല ഇത് കിട്ടും. അവിടെ കാണുന്ന പുതിയ പാലം. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ പ്രത്യേകതകളാണ്. മുഖ്യമന്ത്രിക്ക് പോലും വേണ്ടാത്ത റോഡാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, വേറെ പോണ ആൾക്കാർക്ക് എളുപ്പമല്ല. ഗവൺമെന്റ് റോഡ് ഞങ്ങൾ ചെറുതാണ്. അതായത് സാധാരണ നമ്മുടെ സംസ്ഥാന നാഷണൽ സാധാരണ പാതകളിലേക്കാളും ചെറിയ റോഡാണ്. ചോരത്തുന്ന റോഡ് ആർച്ച് കൊണ്ടുപോവുകയാണ്. ഒക്കെ കയറി പോയിട്ട് നടത്തുന്നുണ്ട് റോഡിലൊക്കെ. അത് കുറച്ചാണല്ലോ ഒരു മഴ പെയ്യുന്ന പൊളിച്ചു പോകാം. വേറെ കാര്യം കണ്ട ചെടി കാണാൻ പറ്റുമ്പോൾ മറിയില്ല കൊണ്ടുപോയി ചടിച്ചടിച്ചടിച്ചൊട്ടിട്ടൊക്കെയാണ്. ഇവിടെ കടക്കാരൊക്കെ വെള്ളം വെച്ചിട്ട് ചെടി രക്ഷപ്പെടാനുള്ള പരിപാടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ വരുന്ന സ്ഥലമാണത്. ഈ ടൈമിൽ നമ്മൾ ഗവൺമെന്റ് വണ്ടിയുമായിട്ട് ഇടിച്ചായിരുന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് റോഡിന്റെ അവസ്ഥ ഏകദേശം മനസ്സിലാകാൻ വിചാരിക്കുന്നു. റോട്ടില് ഇപ്പൊ കോരിപ്പിടിട്ടാണ് വലിയ കുഴി അറിയുന്നില്ലെങ്കിലും നമ്മള് ഇങ്ങനെ ഫുൾ ടൈം ഹമ്പിൽ ഓടിപ്പോകാൻ ഭയങ്കര അവസ്ഥയാണ്. എന്താ പറയാ, അഡ്വഞ്ചർ മോഡാണ്. ഓഫ് റോഡ് അതിന് ബസ്സാണെങ്കിൽ അതിന്റെ ഭംഗിയുണ്ടോ, ഫുഡിങ്ങിൽ ആരാട്ട് ഫുൾ സെറ്റപ്പ് റോഡാണ്. ഒന്നും നമുക്ക് പോണ വഴി വ്യത്യാസമില്ല. ഈ റോഡിന്റെ അവസ്ഥ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ നോക്കുക. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അത് ഉപേക്ഷിച്ച് പോകാനുള്ള കാരണങ്ങൾ. ഇതിനൊക്കെ മോശാവസ്ഥയായിരുന്നു കൊണ്ടുപോകുന്നത്. പക്ഷെ കുറച്ച് കോഴിപ്പൊടി ഇട്ടിട്ട് കുഴി അങ്ങനെ കാണില്ല. എന്നാലും കുഴി കൊണ്ടുവരാം. ബസ്സുകളൊക്കെ ഈ ലെവലിലെ കുഴിയാണ്. പൊട്ടി പാറിപ്പറമ്പ് പോകുന്ന അവസ്ഥയാണ്. മൂന്ന് ബൈക്കിൽ പോണ ആൾക്കാർക്കാണ് വഴിയിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകാറ്. കാരണം എളുപ്പമല്ല മക്കളെ. ഒരു വർഷം ജീവിതത്തിൽ ഇവിടെ ഓടിച്ചു പോകണം. അത്ര എല്ലാ മഴക്കാലത്തും കൊണ്ടുപോകുമ്പോൾ പറ്റിയിട്ട് യാത്രകൾ വരും. മഴക്കാലം വേണ്ട സാധാരണ വരും. പിന്നെ ഒരു വേണ്ടിയിലാണ് റോഡ് ശരിയാക്കി പറയും. പക്ഷെ ഒന്നും ശരിയാക്കില്ല മാത്രം. കുഴി മാറുന്ന ബസ് വരും. ആ ഒരു പ്രത്യേകത. നമ്മൾ കുഴിനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് കുഴി മാറി ബസ്സിന്റെ ഫ്രണ്ടിൽ വരും. ബസ്സെല്ലാം ഉണ്ട്, പക്ഷെ ബസ്സാണ് മെയിനായിട്ട് വരാറ്.
നമ്മളിപ്പോ പാർണൂരിലെത്തിണ്ട്. പാർണൂര് ഇവിടെ ഇവിടെ എന്തോ സംഭവം തന്നെ. പാർണൂരുണ്ട് കാണാൻ മാത്രം ഉണ്ട്. പാർണൂര് ഒരു അടിപൊളി സ്ഥലമുണ്ട്. അതായത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. നമ്മളിപ്പോ ഇന്നത്തെ വീഡിയോയില് പാർണൂർ ചെറിയ നോക്കിയിട്ടാണ് കാണിക്കാൻ ആഗ്രഹിക്കാൻ പോകുന്നത്. പക്ഷെ പാർണൂർ ചെറിയ ഇടിയാക്കാൻ നോക്കി കൊടുത്തല്ലേ ഈ ചെറിയ നല്ല ഭംഗി സ്ഥലം. പക്ഷെ ആൾക്കാരെ സൺസെറ്റൊന്നും കാണാൻ പറ്റും തോന്നുന്നില്ല. ഇന്നും ചെറിയ കണ്ടിട്ട് പോവാ. എന്തായാലും ഇതുവരെ എത്തിയതല്ലേ. ചെറിയ ഇടിയാക്കാണോ? സംശയം ഉണ്ട്. ചെറിയ കാക്കന്മാരുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് എവിടെയാണ് പാർണൂർ ചെറിയ സ്ഥലം സൺസെറ്റ് കാണാൻ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. എന്ത് മരിയ ഫുഡ് നമുക്ക് കുറവുണ്ട്. ഇവിടെ തന്നെ ഇവിടെ സ്ഥലങ്ങൾ ഇല്ല. ഇവിടേക്ക് എത്താൻ വേറെ അറിയില്ല കേട്ടോ. ഈ ഏരിയയിലാണ് പറഞ്ഞത് ചെറുതാന്ന് കേട്ടുള്ളൂ. ഓ മൈ ഗാഡ്, ഇതൊരു പുഴയാണല്ലേ. ഇത് കാണിച്ചേരാന്ന് പറയാം. ആൾക്കാരൊക്കെ ഉണ്ട്. അയ്യോ, കുറെ ആൾക്കാരുണ്ട്. നല്ല ഒഴുക്ക് കുറവാണ്. ഒഴുക്കുണ്ടെന്നല്ലേ. ഞാൻ വിളിക്ക് കിടക്കുന്ന കാശ് കൊടുക്കണം നമ്മുടെ ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകും. ഗേറ്റ് ഒക്കെ ഉണ്ട്. ഗവൺമെന്റ് ഏറ്റെടുത്ത കാരണം പാലത്തിൽ
ഇന്ന് ഫ്രീ ആയിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ശരിക്കും അവിടെയാണ് സെറ്റ് ആകാൻ പോണത്. ഇവിടെ എക്സസൈസിനെ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ മേലെ വെൺമുകിലും കണ്ടേ ഓരത്തൊരു ചെറിയ സ്റ്റേജ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. ഈ ഏരിയ കുറച്ച് ശാന്തമാണ്. അവിടേക്ക് ഇറങ്ങാൻ പറ്റിയ സൂപ്പറായിട്ട് കാണാൻ പറ്റും. നടപ്പാതെയൊക്കെ ഉണ്ട്. ഇത് ചെറിയ ഐസ്ക്രീം വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ആക്ച്വലി അവിടുന്ന് സ്റ്റോറിയിൽ വെള്ളം തുറന്നു വിടണം. ഇതങ്ങനെ ഈ പുഴ അങ്ങോട്ട് പോകണ്ടോ. ഞാൻ സെറ്റപ്പിക്ക് വലിയ കൊടുത്തില്ല. നെച്ചാറ് കുറച്ച് ഫേമസ് ആണ്. ഇപ്പോൾ കുറെ ആൾക്കാർ ഇതിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. കുറെ എക്സസൈസ് ചെയ്യാൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ നടപ്പാതെ ഫാമിലി ആയിട്ടൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവര് പാർട്ടി പതായൊക്കെ കുഴപ്പമാറുണ്ട് കേട്ടോ. 3 പാർട്ടി ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര ഒരെണ്ണം മാത്രമേ അവശേഷിക്കുള്ളൂ. അതാണ് അവിടെ പറഞ്ഞ ഒരു ചിറ. ഇന്ന് ഭയങ്കര ക്ലൗഡി അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ സൺസെറ്റ് ഒന്നും കാണാൻ പറ്റും തോന്നില്ല. അപ്പുറത്തെ ഏരിയയില് പാടൊക്കെയാണ്. ഈവനിങ്ങിന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ മഴക്കാലം നല്ല ഒഴുക്കുണ്ട്. വേനൽക്കാലം ഇത്ര ഒഴുക്കുണ്ടാവല്ലോ. ഇവിടെ പാറകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഡയറക്റ്റ് ആദ്യമായിട്ട് വരുന്നേ. പിന്നെ ഇവിടെ എൻട്രി ഫീസ് ഒന്നും കാണാനില്ല. ആർക്ക് വേണേ വന്ന് ചില്ല് ചെയ്യാം. പ്രത്യേകിച്ച് കാശലൊന്നുമില്ല. ഒന്നും പിന്നെ വലിയ കുഴപ്പമില്ല. വേണേ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അത് പതച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മള് ഈ പാർണോച്ചറ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു നല്ല സ്ഥലമായതുകൊണ്ട് കാണിക്കാൻ വിചാരിച്ചു. ഈ ഭാഗത്തുനിന്ന് വെള്ളമാണ് അങ്ങോട്ട് പോകണം. ഇതേത് പുഴയെന്ന് കേച്ചേരി പുഴയായിരിക്കും. പുഴയുടെ പേര് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. ഇനി ഗൂഗിൾ ചെയ്തിട്ടെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാവുന്നതാണ്.
പിന്നെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യം കാണാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ ഏരിയയാണ്. പിന്നെ ചെറിയ സ്റ്റേജ് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നില്ല, പരിപാടികൾ നിർത്തുന്നുണ്ടാവും. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ വണ്ടി, ഹോണ്ട ഷൈൻ. ഹോണ്ട ഷൈൻ നമ്മൾ ഷൈൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 2 കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചത്. ഒന്ന് ആർന്നൂർ ചെറിയും, പിന്നെ നമ്മുടെ കുന്നോളം തൃശ്ശൂർ റോഡ്. തൃശ്ശൂർ റോഡിന് കുന്നോളം തൃശ്ശൂർ റോഡ് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വരിക. ചിലപ്പോൾ സൗണ്ടിൽ വലിയ വ്യത്യാസം, സൗണ്ട് ചിലപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ അടുപ്പിച്ചിട്ട് മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ തളമ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, നോക്കി വെക്കാം. അപ്പോൾ സ്റ്റേ ടേക്ക് കെയർ, ബൈ. അടുത്ത വീഡിയോ തന്നെ കാണാം. അടുത്ത വീഡിയോ കാണാം. ഇവിടെ പാടത്തിൻ്റെ ഏരിയയിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ഏരിയകളുടെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ ഏരിയകളുടെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഏരിയയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തുനിന്നും പിന്നെ ഈ ഭാഗത്തുനിന്നാണ് വരുന്നത്. രണ്ടും കൂടി എടുത്ത് ഒന്ന് ചേർന്നിട്ട് അങ്ങോട്ട് ആ വഴിക്കൂടെ പോകുന്നു, സ്പ്ലിറ്റ് ചെയ്തിട്ട്. കമ്പനി റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ ശരി, നമുക്ക് പോവാം. സണ്ണ് കാണാൻ പറ്റില്ല, സണ്ണ് സെറ്റ് ആവണ കാണാൻ പറ്റില്ല നമുക്ക്, കാരണം ക്ലൗഡ് വന്ന് പറഞ്ഞിരിക്കുകയാണ്. സണ്ണ് സെറ്റ് ആവണം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സെറ്റ് ആവും. വീട്ടിലോട്ട് പോവാം. എൻ്റെ വീട്ടിലേക്ക് ഇനി ഇവിടുന്ന് കുറെ പോകണ്ടേ, മെയിനായിട്ടുള്ള കാര്യം. പിന്നെ അപ്പോൾ നമുക്ക് ഞാൻ തൃശ്ശൂർ റോഡ് കൂടെ വേണം പോകാൻ. നമുക്ക് കുന്നോളത്തേക്ക് പോകണ്ട. അപ്പോൾ റോഡ് നല്ല അമേരിക്കൻ ടൈപ്പ് റോഡായിരുന്നു, അമേരിക്കൻ സ്റ്റാൻഡേർഡ് റോഡ്. ഓക്കെ, അതുകൊണ്ട് വേഗം പിടിച്ചില്ലെങ്കിൽ പണി പാടും. കുറച്ചുകൂടി കഴിഞ്ഞ് നല്ല തിരക്കാവും. ഇപ്പം തന്നെ തിരക്കായി ഉണ്ടാവും. തിരക്കും ബ്ലോക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കേസ് ഞാൻ നേരത്തെ വൈൻഡപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒന്നുകൂടി പറയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ചെറിയ ട്രാവൽസും വലിയ വീഡിയോസും വരും. പിന്നെ അതുപോലെ നിങ്ങളെ കട്ട സപ്പോർട്ട് ഉണ്ടാവുന്നതനുസരിച്ച് നമുക്ക് ചാനൽ വീണ്ടും ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഹോണ്ട ഷൈൻ്റെ കൊണ്ടാണ് പോണത്, പക്ഷെ ഭാവിയിൽ നമുക്ക് കിഡിലൻസ് വണ്ടികളൊക്കെ വരും. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് കിഡിലൻ വ്യൂസും കിഡിലൻ സെറ്റപ്പുകളും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് നമ്മുടെ പോളിസി. അപ്പോൾ stay tuned, stay with me, take care, bye.